ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാട്ടുപ്പെട്ടി ടൂറിസ്റ്റ് ബസ് അപകടം. ബസ് ഡ്രൈവർക്കെതിരെ കേസ്. മൂന്നാറിൽ
ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്ത്. ചട്ടവിരുദ്ധമാണെന്ന് തെളിഞ്ഞിട്ടും ഉന്നതർക്കെതിരെയുള്ള നടപടി വൈകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മാട്ടുപ്പെട്ടി ടൂറിസ്റ്റ് ബസ് അപകടം, ബസ് ഡ്രൈവർക്കെതിരെ കേസ്. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വിനോദസഞ്ചാര ബസ് മറിഞ്ഞ് 3 പേരുടെ മരണത്തിന് ഇടയായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നാഗർകോവിൽ സ്വദേശി വിനേഷിനെതിരെയാണ് മൂന്നാർ പോലീസ് കേസെടുത്തത്. അലക്ഷ്യമായി വാഹനം ഓടിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ്. നാഗർകോവിൽ സ്വദേശി വിനേഷിനെതിരെയാണ് മൂന്നാർ പോലീസ് കേസെടുത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ചൊവ്വാഴ്ചയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന 40 അംഗ സംഘം നാഗർകോവിൽ നിന്ന് മൂന്നാറിലെത്തിയത്. മാട്ടുപ്പെട്ടി സന്ദർശിച്ച് കുണ്ടല ഡാമിലേക്കുള്ള യാത്രക്കിടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ 3 വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത്. ആദിക, വേണിക, സുധൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിക്കേറ്റ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ അപകടനില തരണം ചെയ്തതായാണ് വിവരം. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങളുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് പരിശോധന നടത്തുന്നുവെന്നും തുടർച്ചയായി ഫൈനടിച്ച് ജീവിതം വഴിമുട്ടിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. എന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന തുടരുന്നുണ്ട്. ഡബിൾ ഡക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും പിന്നീട് മൂന്നാറിൽ കർശന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നതിനിടയിലാണ് മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങളുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് പരിശോധന നടത്തുന്നുവെന്നും തുടർച്ചയായി ഫൈനടിച്ച് ജീവിതം വഴിമുട്ടിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. നമ്മുടെ മൂന്നാർ മേഖല എന്ന് പറയുന്നത് എസ്റ്റേറ്റ് മേഖലയാണ്. തോട്ടം തൊഴിലാളികളുടെ മക്കളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഡ്രൈവർമാരാണ്. ഇവിടെ ഒരു 10 രൂപയ്ക്ക് വണ്ടി ഓടിയാലേ അവർക്ക് ഒരു പാക്കറ്റ് പാലെങ്കിലും മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യമുള്ളൂ. അങ്ങനെ വരുന്ന ഈ തോട്ടം തൊഴിലാളിയുടെ മക്കളെ ഇത്ര ഹരാസ് ചെയ്യുന്നത് ആരാണെന്ന് തുറന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ആർക്കും എതിരല്ല, ഇവിടെ ടൂറിസത്തിന് എതിരല്ല, ഒന്നിനെ എതിരല്ല. പക്ഷേ ഇവിടെ ഒരു ഡബിൾ ഡക്കർ ബസ് കൊണ്ടുവന്നിട്ടു. ഈ ബസ് ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടാൽ ഇതിന് ആര് സമാധാനം പറയും? ഞങ്ങളെ പോലെയുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കൾ പട്ടിണിയായി പോകും. തേക്കടിയിൽ ബോട്ടപകടം നടന്നു, തേക്കടി ഇല്ലായ്മയായിപ്പോയി എന്ന് പറഞ്ഞ പോലെ മൂന്നാർ ഇല്ലായ്മയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വകുപ്പിന് ലഭിച്ച ചില പരാതികളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. പരാതിയുണ്ട്. അതായത് ദേവികുളം, മൂന്നാർ, അടിമാലി, മൂന്നാർ പാരല സർവീസ് നടത്തുന്നു. ആൾക്കാർ കയറി ഇൻഡിവിജ്വൽ ഫെയർ വാങ്ങി സർവീസ് നടത്തുന്നുള്ള പരാതിയുണ്ട്. നമുക്കതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനുള്ള പ്രത്യേക ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രകാരം നമ്മൾ ചെക്കിങ് നടത്തിയതാണ്. ഗതാഗത സൗകര്യം കുറവുള്ള തോട്ടം മേഖലകളിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന അന്യായമായ പരിശോധന തങ്ങളുടെ ഉപജീവന മാർഗം വഴിയടക്കുമെന്നും മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ ആരോപിക്കുന്നു. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. സിറ്റി വിഷൻ, മൂന്നാർ. ചട്ടവിരുദ്ധമാണ് എന്ന് തെളിഞ്ഞിട്ടും ഉന്നതയ്ക്ക് എതിരെയുള്ള നടപടി വൈകുന്നു. ചൊക്രമുടിയിൽ നിയമവിരുദ്ധമായി പട്ടയവും NOCയും അനുവദിക്കാൻ കൂട്ടുനിന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ വൈകുന്നതായി ചൊക്രമുടി സംരക്ഷണ സമിതി.
ചൊക്രമുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വസ്തു ഉടമകളുടെ വിചാരണയ്ക്ക് ശേഷം തുടർ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. NOC അനുവദിച്ചതിൽ വീഴ്ച വരുത്തിയ ദേവികുളം മുൻ തഹസിൽദാർ, ചാർജ് ഓഫീസറായ ഡെപ്യൂട്ടി തഹസിൽദാർ, വൈസന്മാലി മുൻ വില്ലേജ് ഓഫീസർ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ചൊക്രമുടിയിൽ സർക്കാർ പാറ പുറമ്പോക്ക് ഭൂമി കൂടി ഉൾപ്പെടുത്തി 14 ഏക്കർ 69 സെന്റ് പട്ടയഭൂമിയുടെ സർവേ സ്കെച്ച് തയ്യാറാക്കിയ ഉടുമ്പൻചോല മുൻ താലൂക്ക് സർവേയറും സസ്പെൻഡ് ചെയ്തു. മറ്റ് നടപടികളുണ്ടായില്ല. എന്നാൽ ചൊക്രമുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വസ്തു ഉടമകളുടെ വിചാരണയ്ക്ക് ശേഷം തുടർ നടപടികളെല്ലാം അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതി ആരോപിക്കുന്നത്. ചൊക്രമുടിയിൽ 14 ഏക്കർ 69 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ച് 5 പതിറ്റാണ്ടിന് ശേഷം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് തീയതി രേഖപ്പെടുത്താതെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയ ചെന്നൈ സ്വദേശിയായ മലയാളി വ്യവസായിയുമായി ബന്ധപ്പെട്ട് മുൻപും ക്രമവിരുദ്ധ ഭൂമി ഇടപാടുകൾ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവസാന ഘട്ടത്തിൽ നടപടികൾ അട്ടിമറിക്കപ്പെടുകയാണുണ്ടായത്. ഇദ്ദേഹം വട്ടവട കൊട്ടാക്കമ്പൂരിൽ അനധികൃതമായി സ്വന്തമാക്കിയ 32 പട്ടയങ്ങൾ 2021 സർക്കാർ റദ്ദാക്കിയിട്ടും ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മൈനർ സർക്യൂട്ടായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ റദ്ദ് ചെയ്തതും അല്ലാത്തതുമായ പട്ടയങ്ങളിലെ വസ്തുക്കൾ പ്രത്യേകം അതിർത്തി വ്യക്തമല്ലാതെ ഇടകലർന്ന് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം. എന്നാൽ ചൊക്രമുടിയിലേതുപോലെ ഉന്നത ഇടപെടലാണ് കൊട്ടാക്കമ്പൂരിലെ ഭൂമി കേസും അട്ടിമറിക്കപ്പെട്ടതിന് കാരണമെന്ന ആക്ഷേപമുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം ശക്തം. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാകുന്നത്. 2 മാസമായി വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ പലരും ബുദ്ധിമുട്ടിലാണ്. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇരട്ടിയായി വില വർദ്ധിച്ചതിനെ തുടർന്ന് ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഗത്യന്തരമില്ലാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചു നൽകണമെന്നും കാലാവസ്ഥ വ്യതിയാനം മൂലം ഏലം കൃഷി നശിച്ചതിനാൽ ഹൈറേഞ്ച് മേഖലയിൽ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പണികൾ കുറവായ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിൽ ചെയ്യാൻ അവസരമുണ്ടാക്കണമെന്നും കാർഷിക ക്ഷീരമേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായി എത്തിക്കണമെന്നതുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഈ തൊഴിലുറപ്പ് തൊഴിലിന് 600 രൂപ കൂലിയാക്കണമെന്നും 200 പ്രവൃത്തി ദിനങ്ങൾ നൽകണമെന്നുമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിന് ശേഷം തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിച്ചിട്ടില്ല. ഡിസംബർ വരെയുള്ള എല്ലാ കാലത്തും കൂലിയെല്ലാം കൃത്യമായ ഒരാഴ്ചയിലൊക്കെ ഒന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം 2 മാസമായിപ്പോൾ കൂലി ലഭിച്ചിട്ടില്ല. അത് അടിയന്തരമായിട്ട് കിട്ടാനുള്ള നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ അടുത്ത വർഷം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലേക്കും ക്ഷീരമേഖലയിലേക്കും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള നടപടികളുണ്ടാകണം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടി, ഇരട്ടിയിലധികമായിട്ട് വില കൂടി. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് 346 രൂപയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും വാങ്ങാൻ പോലും തികയത്തില്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് 4 മെസ്റ്റോളിൻ്റെ പൈസ കയറാനുണ്ട്. ആ 4 മെസ്റ്റോളിൻ്റെ പൈസ കയറാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ 90 വയസ്സ് വരെയുള്ള ഒരു പണിയാനുണ്ട്. അവർക്കൊരു മരുന്ന് മേടിക്കാനോ കുഴമ്പ് മേടിക്കാനോ ഒന്നും കാശില്ല. കൂലിപ്പണി ചെയ്യാൻ പറ്റാത്തവരാണ് ഈ നിൽക്കുന്നതിൽ പകുതി പേരും. പിന്നെ ഞങ്ങൾക്ക് 600 രൂപയെങ്കിലും തന്നിരിക്കണം കൂലി. 200 പണിയും വേണം. ഞങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ പൈസ എത്രയും വേഗം ഞങ്ങൾക്ക് തരാതെ ഒരു നിവൃത്തിയില്ല. 2024 ക്രിസ്തുമസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം 10 ദിവസത്തിനുള്ളിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 മാസമായി വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ പലരും ബുദ്ധിമുട്ടിലാണ്. വീട്ടിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വരുന്ന ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് 50 രൂപ പോലും നൽകാൻ ഇല്ലാത്ത അവസ്ഥയാണ് പല തൊഴിലാളികൾക്കുമുള്ളത്. ഈ 2024 ഡിസംബർ വരെയുള്ള പണിക്ക് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മാസം 26-ന് പണി തീർത്ത പണി മുതൽ ഇങ്ങോട്ടുള്ള ഒരു 2 മാസമായി. 2 മാസമായിട്ടും നമുക്ക് പണിയുടെ കാശ് കിട്ടിയിട്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ. അതിനായിട്ട് ഇതിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളിയുടെ 10 അവകാശങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അതിൻ്റെ അകത്ത്
8-9 ഖണ്ഡികയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത് തൊഴിൽ ചെയ്ത് 15 ദിവസത്തിനകം കൂലി ലഭിക്കാനുള്ള അവകാശം തൊഴിലാളികളുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ദിവസത്തിനകം കൂലി ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കാനുള്ള അവകാശം എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനതനുസരിച്ച് 2 മാസത്തെ തൊഴിലിൻ്റെ വേതനം കിട്ടുന്നില്ല എന്ന് കാണിച്ച് ഞാൻ എൻ്റെ ഏക്കട് പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ പോയി പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ അതിന് നഷ്ടപരിഹാരം തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ തൊഴിലുറപ്പിൽ 4 മാസത്തോളം വെറുതെ ഇതുവരെ ഞങ്ങൾക്ക് പൈസ കയറുവന്നിട്ടില്ല. ഒരു കാലിച്ചായ കുടിക്കാൻ പോലും നമ്മളെ കാശില്ല. അത് ഇതിനു വേണ്ടി സർക്കാർ എന്തെങ്കിലും അത് വേണ്ട പോലെ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും കാർഷിക മേഖലയായ ഇടുക്കിയിൽ അടുത്ത വർഷത്തെ പദ്ധതിയിൽ ആരംഭിക്കുമ്പോൾ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നതുമാണ് തൊഴിലാളികളുടെ ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. ദേവികുളം സബ് ആർ ടി ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ PM പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ദേവികുളം സബ് ആർ ടി ഓഫീസിന്റെയും അടിമാലി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ബസ് ജീവനക്കാർക്കായുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ബസ് ജീവനക്കാരുടെ ചുമതലകളും കർത്തവ്യങ്ങളും റോഡ് നിയമങ്ങളും ഒരിക്കൽ കൂടി ബസ് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുകയെന്നതിനൊപ്പം വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിശീലന പരിപാടിയിലുണ്ടായിരുന്നു. ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഷബീർ PM പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബസ് ഉടമസ്ഥന്മാരെയും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു അടയാളം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ ജില്ലകളിലും ബസ് ഓപ്പറേറ്റേഴ്സിന് ബസ്സിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ട്രെയിനിങ് സംവിധാനം, ഒരു ട്രെയിനിങ് നൽകേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം പ്രാധാന്യത്തോടു കൂടി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഉണർത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ് പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇത് 3ാമത്തെ ട്രെയിനിങ് ആണ്. സ്ട്രെസ് മാനേജ്മെന്റ്, നിയമാവബോധം, വ്യക്തിത്വ വികസനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭർ ക്ലാസ് നയിച്ചു. നിരവധി ബസ് ജീവനക്കാർ പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജെയിംസ് PJ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രലാൽ KK, ലിസി തോമസ്, ദീപു NK, ഫവാസ് V സലീം, സിസ്റ്റർ ആൻസി ടോം, രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ഈ മാസം 27 വരെയാണ് മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു. മഹാ അന്നദാനത്തിനു ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു. അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തിന് കൊടിയുയർന്നു. ക്ഷേത്രം തന്ത്രി പൂത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റു നടന്നു. ഈ സായസന്ധിയിൽ ഇത്രയും ആധ്യാത്മിക പൂരിതമായ മംഗളകരമായ സർവോപരി ഒരാനന്ദത്തിൻ്റെ നിർവൃതി പകർന്ന് ശാന്തഗിരീശ്വരൻ്റെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് സാന്നിധ്യം വഹിക്കുവാനും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദകരമായ ഈ മുഹൂർത്തത്തിന് ധന്യതയേകുവാനും ഈ ആത്മീയ സംഗീതത്തിൻ്റെ ഭഗവാൻ ശാന്തഗിരീശ്വരൻ്റെ സവിധത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും ഈ ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അടിമാലി SNDP യൂണിയൻ ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തഗിരി ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു.
എല്ലാ ദിവസവും പതിവ് ക്ഷേത്ര പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും. 24 വൈകിട്ട് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. 25 പള്ളിവേട്ട മഹോത്സവം നടക്കും. 26 മഹാശിവരാത്രി ആറാട്ട് മഹോത്സവം നടക്കും. 27 രാവിലെ പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ അന്നദാനത്തിനും തുടക്കമായി. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങ് ക്രമീകരിച്ചിരുന്നത്. ഇടുക്കി DYSP ജിൽസൺ മാത്യു ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മൃത്യുഞ്ജയ ഭാവദേവ ശങ്കര നമോസ്തുതേ നമോസ്തുതേ. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിനായി തയ്യാറാക്കിയ മൃത്യുഞ്ജയ മഹാദേവൻ എന്ന ഡിവോഷണൽ ആൽബത്തിന്റെ പ്രകാശനം നടന്നു.
VR സത്യൻ, സന്തോഷ് മാധവൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ആൽബത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അടിമാലി സ്വദേശിനിയും നൃത്ത അധ്യാപികയുമായ സരിത വേണുഗോപാലാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ CR സന്തോഷാണ് ആൽബത്തിനായി വരികൾ രചിച്ചത്. സുജിത് കൃഷ്ണൻ വരികൾക്ക് സംഗീതം നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഇടുക്കി DYSP ജിൻസൺ മാത്യു ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി. നേരത്തെ മുഖ്യമന്ത്രിയുടെ മെഡൽ കിട്ടിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. ഒട്ടനവധി കേസുകൾ തെളിയിക്കുന്നതിൽ വളരെയധികം പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സന്തോഷ്. അദ്ദേഹമാണ് ഈ ഡിവോഷണൽ ഗാനത്തിന്റെ വരികൾ രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. സന്തോഷിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അടിമാലി SNDP യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ആൽബത്തിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്ത്രി ശ്രേഷ്ഠന്മാരും ഒക്കെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഉത്സവ സമയത്ത് തൃക്കൊടിയേറ്റ് നടക്കുന്നതോടുകൂടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ചൈതന്യം ഈ നാട്ടിലാകെ വ്യാപിക്കുന്നു. കുടിയേറ്റിന് ശേഷം വരുന്ന ആളുകളിൽ നടത്തുന്ന മന്ത്രജപങ്ങളും കലശാഭിഷേകവും ക്ഷേത്ര ചൈതന്യത്തെ ഓരോ ദിനവും വർദ്ധിപ്പിക്കുന്നു. ആ ചൈതന്യം ഈ ദേശത്തും നാട്ടിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും എത്തിച്ചേരും എന്നുള്ള ശാസ്ത്രീയ വശമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എത്തിച്ചേർന്ന് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആൽബത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. രാജാക്കാട് SNDP യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ജിജു ജോൺ, സനോജ് നോബിൾ, മനോജ് അമ്പാട്ട്, ജിൻസൺ പോൾ, വിഷ്ണു രാജു, പ്രീത് നാട്യാഞ്ജലി, സിനീഷ് മോഹനൻ എന്നിവരാണ് ആൽബത്തിന് പിന്നിലെ മറ്റ് അണിയറ പ്രവർത്തകർ. സിറ്റി വിഷൻ, അടിമാലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചത്. ദേവികുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് S വിജയകുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുക, 50% വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക, ജാതി സർട്ടിഫിക്കറ്റ് നൽകുക, ലൈഫ് മിഷൻ പദ്ധതി വീടുകൾക്ക് NOC നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് P വേൽമണിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് S വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ, പ്രിയമുള്ളവരെ, ഏറ്റവും പേരുകേട്ട് ഈ നാട്ടിലെ ഈ കഴിഞ്ഞ ബാലഗോപാലൻ ധനകാര്യമന്ത്രി കേരള നിയമസഭയിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ കൊള്ളയടിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരെ ഇനിയും ജീവിതം എങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള നിലയിൽ ചിന്തിക്കുന്നവരെ വീണ്ടും അവതാളത്തിലാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു അത്. പ്രത്യേകിച്ച് ഈ സമരത്തിന് ആസ്പദമായ കാര്യമെന്ന് പറയുന്നത്, ഈ ബഡ്ജറ്റിൽ ഈ ചിന്നക്കനാൽ വില്ലേജിൽ സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ കറമടയ്ക്കണമെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ അവരുടെ സ്ഥലത്തിന് അല്ലെങ്കിൽ അവരുടെ വസ്തുവിന് കറമടയ്ക്കണമെങ്കിൽ ഇപ്പോൾ അടയ്ക്കുന്നതിൽ നിന്ന് 50% കൂടി കൂട്ടി അടയ്ക്കണം. ഉയർത്തിക്കൊണ്ട് 50% നികുതി ഉയർത്തി. ധർണാ സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുരുകപാണ്ഡി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാണ്ഡിരാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. വണ്ടിപ്പെരിയാർ ഓട്ടോറിക്ഷകൾക്ക് നിയന്ത്രണവും മീറ്റർ സംവിധാനവും ഒരുക്കണമെന്ന വാഹന വകുപ്പ്. പ്രതിഷേധമറിയിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ.
വണ്ടിപ്പെരിയാർ ടൗണിൽ ഇനി മുതൽ ചെത്ത് ഓട്ടോ പിള്ളേർക്കും മുൻസീറ്റിലിരുത്തി കിളിസേവനമുള്ള ഓട്ടോറിക്ഷകൾക്കും പിടിവീഴും. MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിയതിനെതിരെ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ പ്രതിഷേധിക്കുന്നുവെന്നും യോഗത്തിൽ അറിയിച്ചു. വണ്ടിപ്പെരിയാർ ടൗണിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിലും അമിത കൂലി വാങ്ങുന്നുവെന്ന പരാതികളിന്മേലുമാണ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. മോട്ടോർ വാഹന നിയമങ്ങൾ നടപ്പിലാക്കാതെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ലെന്ന് MLA അറിയിച്ചു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ നമുക്ക് ഉദ്ദേശമില്ല. എന്നാൽ നിയമം നടപ്പാക്കാതെ മുന്നോട്ട് പോയാൽ അത് ഒത്തിരി അലംഭാവങ്ങൾക്ക് ഇടവരുത്തും. ഈ അടുത്തിടയ്ക്ക് വണ്ടിപ്പെരിയാറിൽ 3-4 ഓട്ടോറിക്ഷ അപകടങ്ങൾ ഉണ്ടായി. അതിൻ്റെയൊക്കെ മുഖ്യ കാരണം ഇൻടോക്സിക്കേഷനാണ്. മദ്യപിച്ചിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവിന്മേൽ ഹൈറേഞ്ച് മേഖലകളിലെ കയറ്റിറക്കങ്ങളും റോഡുകളുടെ ശോചനീയാവസ്ഥയിലും മീറ്റർ ഘടിപ്പിച്ചുകൊണ്ടുള്ള സേവനത്തിൽ തങ്ങൾക്ക് ഭാരിച്ച നഷ്ടമുണ്ടാവുമെന്നും ആയതിനാൽ അമിത ഇന്ധനവിലയും ഭാരിച്ച ചിലവുകളും നേരിടുന്ന തങ്ങൾ ഈ തീരുമാനത്തെ എതിർക്കുന്നുവെന്നും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധീകരിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളിയായ കാളിദാസ് അറിയിച്ചു. എന്നാൽ നിയമം അനുസരിക്കുവാൻ മാത്രമേ തങ്ങൾക്ക് സാധിക്കുകയുള്ളൂവെന്നും ഒരു പ്രദേശത്തിന് മാത്രമായി റോഡ് നിയമ മാനദണ്ഡങ്ങൾ മാറ്റുവാൻ സാധിക്കില്ല എന്നും ഓട്ടോ ടാക്സി ജീവനക്കാരുടെ സഹകരണമുണ്ടാവുമെന്നും MVA ഹഫീസ് യൂസഫ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. സാറ് ഇപ്പം പറഞ്ഞ കേട്ടിട്ട് ഞാൻ തന്നെ എനിക്ക് തന്നെ ആ റോഡുകളൊന്നും അറിയത്തില്ല. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അത് മുഴുവൻ സാറ് ശരിയാക്കാൻ നേരിട്ടിട്ടുണ്ട്. അതും ആ വഴി കൂടെ അദ്ദേഹം പിന്നെ കാളിദാസോ അല്ലേ പേരിന് അദ്ദേഹം പറഞ്ഞ പ്രശ്നത്തിന് ഏകദേശം സോൾവ് ആവുമെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. അപ്പം ആ രീതിയിൽ ഉള്ള മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതിന് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ കുറ്റമായി പറയുന്നതല്ല, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അതായത് ഇപ്പം ഓട്ടോറിക്ഷ ഓടുന്നതിന് എന്തൊക്കെ പ്രോബ്ലംസ് ആണുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള തകരാറുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നിങ്ങളുടെ സ്റ്റേറ്റ് യൂണിയൻ വഴി അവതരിപ്പിച്ച് ഒരു കമ്മിറ്റിയൊക്കെ വെച്ച് അവർ ആണ് ഒരു ഫെയർ ഫിക്സ് ചെയ്ത്. അത് മിക്കവാറും ഡീസൽ വണ്ടിക്കുള്ളതായിരിക്കില്ല, പെട്രോൾ വണ്ടിക്കുള്ളതായിരിക്കും മിക്കവാറും ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഞാനിത് ഇൻഫോർമലായിട്ട് പറയുന്നതുള്ളൂ. അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് 2020 അതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെല്ലാം തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നിയമം എന്ന് പറയുന്നത് അത് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും വാളാടി 62 ഭാഗങ്ങളിലേക്ക് സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതിയും യോഗത്തിൽ ഉന്നയിച്ചു. ഇതിൽ വണ്ടിപ്പെരിയാർ CHC വരെ പോകുന്ന യാത്രക്കാരിൽ ഒരാളിൽ നിന്നും 20 രൂപ കൂലി വാങ്ങുന്നത് അമിതമാണെന്നും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണമെന്നും പൊതുപ്രവർത്തകർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതിൽ CHC വരെ ഒരാളിൽ നിന്നും 10 രൂപ ഈടാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. കൂടാതെ എല്ലാ ഓട്ടോറിക്ഷകളിലും മീറ്റർ നിർബന്ധമാക്കുന്നതിനും പെർമിറ്റ് ലൈസൻസ് എന്നിവയില്ലാത്ത ഓട്ടോറിക്ഷകളും മുൻസീറ്റിൽ യാത്ര അനുവദിക്കുന്നവയും സ്കൂൾ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചുള്ള യാത്രയിലും അനധികൃത പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെയും നടപടിയുണ്ടാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PM നൌഷാദ്, AMVI അജയ് മോഹനൻ ദാസ്, MVIമാരായ SM അരുൺകുമാർ, ഹഫീസ് യൂസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം K മാരിയപ്പൻ, പൊതുപ്രവർത്തകരായ രാജൻ കൊഴുവൻമാക്കൽ, PA അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഉപ്പുതറ. വികസനത്തിലെ കാലതാമസം ഒഴിവാക്കാൻ യോഗം ചേർന്നു. വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസനത്തിനാവശ്യമായ പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായി MLAയുടെ അധ്യക്ഷതയിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും HMC അംഗങ്ങളുടെയും യോഗം CHC ഹാളിൽ ചേർന്നു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 ജൂൺ മാസത്തിനകം ആരംഭിക്കുവാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച 5 കോടി രൂപയും ഇടുക്കി പാക്കേജിൽ അനുവദിച്ച 2 കോടി രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മഴക്കാലമാവുന്നതോടെ ചോറ്റുപാറത്തോട്ടിൽ നിന്നും ഉയരുന്ന വെള്ളപ്പൊക്കം മൂലം വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതോടൊപ്പം ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യക്കുറവും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു.
ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപയും മഴക്കാലത്തുണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും അനുവദിച്ചത്. പദ്ധതികളുടെ നടത്തിപ്പിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെയും HMC അംഗങ്ങളുടെയും യോഗം ചേർന്നത്. വെള്ളം കയറുന്നതാണ് ഏറ്റവും ഗുരുതരമായ സ്ഥിതി. 2018 വെള്ളപ്പൊക്കത്തിലും നമ്മുടെ മരുന്ന് സാധനങ്ങളെല്ലാം ഒത്തിരി നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അത് തടഞ്ഞുകൊണ്ട് വേണം ആശുപത്രി പണിയാൻ. അതിനാണ് നമുക്ക് ഇടുക്കി പാക്കേജിൽ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ആശുപത്രി കെട്ടിടത്തിന് വേണ്ടി 5 കോടി അനുവദിച്ചു. ഫണ്ട് അനുവദിച്ചിട്ട് വർഷം 3 ആകുക. ഇതുവരെ ഒന്നും നടന്നില്ല. യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ നാഥ് സ്വാഗതം ആശംസിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ പദ്ധതികളുടെ സംയോജിത ആരംഭത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശരത് രാജ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരായ ലെ വിൻസ് ബാബു, സിലി ജോസഫ്, ബിജു ഫ്രാൻസിസ്, അനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. തുടർന്ന് MLAയുടെ സാന്നിധ്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. PSCയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ നൌഷാദിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിൽഡിങ്സ് സന്നിഹിതയായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ അദ്ദേഹം സന്നിഹിതനായിരുന്നു. മറ്റ് മെഡിക്കൽ ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെല്ലാം DMO അടക്കമുള്ള ആളുകളെല്ലാം ഇതിൽ സന്നിഹിതരായിരുന്നു. ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള തോടിൻ്റെ വിട്ട് വർദ്ധിപ്പിച്ച് വെള്ളം കയറാത്ത രീതിയിൽ അത് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ദൗത്യം. മറ്റൊന്ന്, കിഴക്ക് ഭാഗത്തായിട്ട് നീളത്തിൽ പുതിയ കെട്ടിടം പണിയണം. അതിനുവേണ്ടി ഇപ്പോഴുള്ള ആ 2 ക്വാർട്ടേഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ മോർച്ചറിയും പൊളിച്ചു മാറ്റി അവിടെ കെട്ടിടം പണിയാമെന്നുള്ളതാണ് എടുത്തിട്ടുള്ള തീരുമാനം. കാലഹരണപ്പെട്ട ആശുപത്രിയുടെ മോർച്ചറിയും അനുബന്ധ കെട്ടിടവും പൊളിച്ചു നീക്കി ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുവാനാണ് തീരുമാനം. വെള്ളപ്പൊക്കത്തിന് കാരണമാവുന്ന ചോറ്റുപാറ തോടിനു കുറുകെ നിലവിലെ പാലങ്ങൾ പൊളിച്ചു നീക്കി പുതിയ പാലം നിർമ്മിക്കും. തോട്ടിലേക്ക് ഇറക്കിയുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി മുൻകാലങ്ങളിൽ തോടിനുണ്ടായിരുന്ന 10.5 മീറ്റർ വീതി വീണ്ടെടുത്ത് തോടിനിരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കും. ഇതിനായി ഇറിഗേഷൻ, പൊതുമരാമത്ത്, കെട്ടിട വിഭാഗം, ആരോഗ്യ വിഭാഗം എന്നിവയുടെ ഏകോപനം ഉറപ്പുവരുത്തി. 2025 ജൂൺ മാസത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് MLA നിർദ്ദേശം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാട്ടുപ്പെട്ടി ടൂറിസ്റ്റ് ബസ് അപകടം, ബസ് ഡ്രൈവർക്കെതിരെ കേസ്. മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ രംഗത്ത്. ചട്ടവിരുദ്ധമാണെന്ന് തെളിഞ്ഞിട്ടും ഉന്നതർക്കെതിരെയുള്ള നടപടി വൈകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദനഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. Opening shortly at Kattapana.
നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ, കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.